സ്നേഹം നമ്മെ വീണ്ടെടുക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 18 വരെ. ധ്യാനത്തിനായിട്ട് 18-ാം വാക്യം. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഒരു കാലത്ത് വില കെട്ടതെന്ന് മറ്റുള്ളവർ മുദ്രയടിച്ചിരുന്ന തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് വിലയുള്ളതാക്കി തീർത്തതെന്ന് പ്രസിദ്ധ ഗ്രന്ഥകാരനായ നെപ്പോളിയൻ ഹിൽ ആത്മകഥാപരമായ ഒരു കുറിപ്പിൽ വിവരിച്ചിട്ടുണ്ട്. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ അമ്മ അന്തരിച്ചിട്ട് 1 വർഷമായി. ബന്ധുക്കളുടെ കൂടെയാണ് താമസം. അവർക്കും സ്വപിതാവിനും വഹിക്കുവാൻ പാടില്ലാത്ത ഒരു താന്തോന്നി. അക്രമങ്ങളും കൊള്ളയും കൊലപാതകവും മറ്റും ചെയ്യുന്നവരുടെ സംഖ്യ പാശ്ചാത്യ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതവിടെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ ബാലൻ എല്ലാവർക്കും ഒരു പ്രശ്നമായി തീർന്നു. എവിടെ നിന്ന് അവൻ ഒരു കൈത്തോക്ക് കരസ്ഥമാക്കി. അത് സമർത്ഥമായി കൈകാര്യം ചെയ്യുവാനും അവൻ പഠിച്ചു. ഇക്കാലത്താണ് അവൻ്റെ പിതാവ് പുനർവിവാഹം ചെയ്തത്. ചിറ്റമ്മയെ ആവോളം വെറുക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുവാൻ ബന്ധുക്കൾ മറന്നില്ല. രണ്ടാനമ്മ വീട്ടിൽ വന്നപ്പോൾ അയൽക്കാരും ബന്ധുക്കളും അവിടെ കൂടിയിരുന്നു. പിതാവ് എല്ലാവരെയും ആ സ്ത്രീക്ക് പരിചയപ്പെടുത്തി. ഒരു മൂലയിൽ മാറി നിൽക്കുകയായിരുന്ന നമ്മുടെ ബാലൻ. ചിറ്റമ്മയോടുള്ള വിരോധവും വെറുപ്പും അവൻ്റെ മുഖത്ത് മുറ്റി നിന്നിരുന്നു. അവനെയും അദ്ദേഹം അവർക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇവൻ എൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനാണ്. ഇവനേക്കാൾ വഷളനായ ഒരു കുട്ടി ഈ പട്ടണത്തിൽ ഉണ്ടാവുകയില്ല. നാളെ തന്നെ ഇവൻ നിന്നെ കല്ലെറിഞ്ഞു തുടങ്ങും. ആ സ്ത്രീയാകട്ടെ അവനെ സ്നേഹപൂർവ്വം വിളിച്ച് ചേർത്ത് നിർത്തി. ആർക്കും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ആ ബാലൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവർ അവൻ്റെ മുഖമുയർത്തി. അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിൽ അവരുടെ ദൃഷ്ടികൾ തറച്ചു. സ്നേഹത്തിൻ്റെ തിരമാലകൾ തന്നെ മൂടുന്നതായി അവന് തോന്നി. അവർ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇവൻ പ്രതിഭാശാലിയായ ഒരു നല്ല കുട്ടിയാണ്. സമുചിതമായ ലക്ഷ്യത്തിലേക്ക് ഇവൻ്റെ പ്രതിഭയെ തിരിച്ചുവിടുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അന്നാദ്യമായിട്ടാണ് തന്നെപ്പറ്റി ആരെങ്കിലും ഒരു നന്മ പറയുന്നത് ആ ബാലൻ കേട്ടത്. ബന്ധുക്കളും അയൽക്കാരും പറഞ്ഞതുപോലെ ദുർഗുണയായ ഒരു സ്ത്രീയല്ല തൻ്റെ ചെറിയമ്മ എന്നവന് ബോധ്യമായി. അങ്ങനെ അവൻ്റെ രോഷാഗ്നി കെട്ടടങ്ങി. അവൻ സൗമ്യശീലനായി തീർന്നു. ചെറിയമ്മയുടെ കലവറയില്ലാത്ത സ്നേഹം അവനെ പിടിച്ചടക്കി. എഴുതാനുള്ള അവൻ്റെ വാസന വളർത്തിയെടുക്കുവാൻ അവർ ആവോളം സഹായിച്ചു. കാലാന്തരത്തിൽ അവൻ ഒരു എഴുത്തുകാരനായി തീർന്നു. മാതാപിതാക്കൾക്ക് പ്രശ്നങ്ങളായി തീരുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുമുണ്ട്. അവരെ വഷളന്മാരെന്ന് സമൂഹം മുദ്രടിക്കുന്നു. താന്തോന്നികളായ ഇത്തരം കുട്ടികളെ നന്നാക്കിയെടുക്കുവാൻ സർക്കാരിനും സമൂഹത്തിനും പല പദ്ധതികൾ ഉണ്ടായിരുന്നേക്കാം. സർക്കാരിൻ്റെ ഭരണരീതിയോ സാമൂഹിക പ്രവർത്തകരുടെ സേവന സംരംഭങ്ങളോ താന്തോന്നികളായ കുട്ടികളെ നന്നാക്കിയെടുക്കുവാൻ അപര്യാപ്തമായിട്ടാണ് കാണുന്നത്. ഏതെല്ലാം പ്ലാനും പദ്ധതിയും ഉണ്ടായാലും സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളായി വിശേഷിപ്പിക്കപ്പെടാറുള്ള ഈ കുട്ടികളെ സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. എത്ര നല്ല ഭക്ഷണവും വസ്ത്രവും വീടും വിദ്യാഭ്യാസവും നൽകിയാലും അവർക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കി കൊടുക്കുവാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ. യഥാർത്ഥമായ സ്നേഹം കൂടാതെ കേവലം ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഭാവത്തിലോ സമൂഹത്തിൽ മാന്യത ലഭിക്കുന്നതിനുള്ള ഉപാധി എന്ന നിലയിലോ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന യത്നങ്ങളും പദ്ധതികളും വിജയിക്കുവാൻ പോകുന്നില്ല. നമ്മിൽ കുടികൊള്ളുന്ന ദൈവ സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് മാത്രമേ നിലനിൽക്കുന്ന ഫലം ഉണ്ടാവുകയുള്ളൂ. ദൈവസ്നേഹമാണ് മനുഷ്യനെ വീണ്ടെടുക്കുന്നത്. ഓർക്കണമേ, സ്നേഹം സംസാരിക്കുമ്പോൾ അതിൻ്റെ താളലയത്തിൽ സ്വർഗം മയങ്ങുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.